കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ശരീരത്തിൽ ഊർജക്കുറവിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം: പഞ്ചസാര, സംസ്കരിച്ച ഭക്ഷണം, ശുദ്ധീകരിച്ച ധാന്യങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ, മദ്യം, കഫീൻ മുതലായവ. രാത്രിയിൽ ചിപ്സ്, ലെയ്സ്, ബിങ്കോ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളത് കാരണം എന്ത് വർദ്ധിക്കുന്നതിന് കാരണമാകും? ഉത്തരം: രക്തസമ്മർദ്ദം. ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര അളവ് മൂത്രം മൂത്രസഞ്ചിയിൽ നിറയും? ഉത്തരം: 500 മില്ലി. ഒരു ദിവസം കുറഞ്ഞത് 15 മില്ലിഗ്രാം വിറ്റാമിൻ ഇ എങ്കിലും ഒരാളുടെ ശരീരത്തിന് ലഭിക്കണം. ഇത് നിരവധി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇത് ഏതിലെല്ലാം അടങ്ങിയിരിക്കുന്നു? ഉത്തരം: വിറ്റ് ജെൽ ഓയിൽ, ബദാം, സൂര്യകാന്തി വിത്തുകൾ, പൈൻ നട്ട്സ്, അവക്കാഡോ, പീനട്ട് ബട്ടർ മുതലായവയിൽ. പപ്പായ വെറും വയറ്റിൽ കഴിച്ചാൽ എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ഉത്തരം: ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യും. മുട്ടയുടെ മഞ്ഞക്കുരുവിൽ ഉയർന്ന കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏത് രോഗമുള്ളവർ കഴിക്കാൻ പാടില്ല? ഉത്തരം: ഹൃദ്രോഗം ഉള്ളവർ. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ തടയാനും കാഴ്ചശക്തിക്കും കഴിക്കേണ്ട ഭക്ഷണം ഏത്? ഉത്തരം: വെണ്ടക്കായ്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. തക്കാളി, ചീര എന്നിവ നന്നായി വേവിച്ച് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തിനെ കുറയ്ക്കാൻ സാധിക്കും? ഉത്തരം: കൊളസ്ട്രോൾ. ബദാം, കടല തുടങ്ങിയ നട്ട്സും നട്ട്സ് ബട്ടറും ഏത് രോഗികൾക്ക് ഉത്തമമാണ്? ഉത്തരം: പ്രമേഹ രോഗികൾക്ക്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. അമുക്കരം പൊടിച്ച് പാലിലോ എണ്ണയിലോ നെയ്യിലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ തുടർച്ചയായി ഉപയോഗിച്ചാൽ എന്തിന് ഉത്തമമാണ്? ഉത്തരം: ശരീരപുഷ്ടിക്ക്. പേരയ്ക്കയിലെ 6 ഗുണങ്ങൾ ഏതെല്ലാം ആണ്? ഉത്തരം: കാഴ്ചശക്തി കൂട്ടുന്നു, വൈറൽ രോഗം, ഭാരം കുറയ്ക്കൽ, പഞ്ചസാര കുറയ്ക്കൽ, മലബന്ധം, ദഹനപ്രശ്നം, പ്രതിരോധശേഷി മുതലായവ. ദിവസവും 100 ഗ്രാം ശർക്കര, 200 ഗ്രാം എള്ള്, 50 ഗ്രാം ചുക്ക് എന്നിവ പൊടിച്ച് ഇവയ്ക്ക് തുല്യമായ ഈന്തപ്പഴം ചേർത്ത് കഴിക്കുന്നത് എന്തിന് സഹായകമാണ്? ഉത്തരം: വണ്ണം വയ്ക്കുന്നതിന്. ശരീരം മെലിയാൻ കാരണമാകുന്നത് എന്തെല്ലാം കാരണം കൊണ്ടാണ്? ഉത്തരം: തൈറോയ്ഡ്, ദഹനക്കുറവ്, കരളിൻ്റെ തകരാറ്, പ്രമേഹം, വിരശല്യം മുതലായവ. ദിവസവും ഏത്തപ്പഴം കഴിച്ചാൽ ഏത് പ്രശ്നത്തിന് സഹായകമാകും? ഉത്തരം: ദഹനപ്രശ്നം. ക്യാരറ്റ് നീര് ദിവസവും കുടിച്ചാൽ ശരീരത്തിന് എന്താണ് ഗുണം? ഉത്തരം: സൗന്ദര്യം, ശരീരപുഷ്ടി. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. പഴുത്ത തക്കാളി നന്നായി വേവിച്ച് തിന്നാൽ ശരീരത്തിന് എന്താണ് പ്രയോജനം? ഉത്തരം: ഞരമ്പിന് ശക്തി, ശരീരപുഷ്ടി. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. തേനും നെല്ലിക്ക നീരും ചേർത്ത് കഴിച്ചാൽ എന്തിന് ഗുണകരമാണ്? ഉത്തരം: വിളർച്ച മാറാൻ, രക്തവർദ്ധനവ്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.
30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട വിറ്റാമിനുകൾ ഏതൊക്കെ? ഉത്തരം: വിറ്റാമിൻ B12, വിറ്റാമിൻ B9, വിറ്റാമിൻ B6, വിറ്റാമിൻ C, E, വിറ്റാമിൻ D എന്നിവ. ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നത് പച്ചമുളകോ ചുവന്ന മുളകോ? ഉത്തരം: പച്ചമുളക്. പതിവായി മാംസാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് എന്ത് രോഗത്തിനാണ് സാധ്യതയുള്ളത്? ഉത്തരം: ക്യാൻസർ, ഹൃദ്രോഗം. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. അത്താഴത്തിന് ശേഷം 3-4 ഈന്തപ്പഴം കഴിച്ചാൽ എന്തിന് ഗുണകരമാണ്? ഉത്തരം: ആരോഗ്യം, ധാതുപുഷ്ടി. കട്ടൻ ചായ കുടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്? ഉത്തരം: രക്തചംക്രമണം, കൊറോണറി ആർട്ടറി രോഗങ്ങൾ, വയറ്റിലെ ക്യാൻസർ തുടങ്ങിയവയുടെ അപകട സാധ്യത കുറയ്ക്കും. ഉയർന്ന സോഡിയം മൂലം എല്ലുകളെ ദുർബലപ്പെടുത്തുന്നത് ഏത് കൂടുതൽ കഴിച്ചാലാണ്? ഉത്തരം: ഉപ്പ് കൂടുതൽ കഴിച്ചാൽ. വൈകുന്നേരം 7 മണിക്ക് മുൻപ് ആഹാരം കഴിക്കുന്നത് ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ഗുണകരമാണ്? ഉത്തരം: ദഹനക്കേട്, ഉറക്കം എന്നിവയ്ക്ക് ഗുണകരം. ഇഞ്ചി, നാരങ്ങ ചായ കുടിക്കുന്നത് ഏത് രോഗങ്ങൾക്ക് ഗുണകരമാണ്? ഉത്തരം: പ്രമേഹമുള്ളവരിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. വേഗത്തിൽ സന്ധിവേദന മാറാൻ ചെയ്യാവുന്ന ഒരു ഉത്തമ പ്രതിവിധി. ചെയ്യേണ്ട വിധം: കാബേജിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഇതളെടുത്ത് വെള്ളത്തിൽ ചൂടാക്കി എടുക്കുക. ചെറിയ ചൂടിൽ വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കുക. ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വിറ്റാമിൻ C ലഭിക്കുന്നതിനും ചീരക്കറികളിൽ എന്താണ് ചേർക്കേണ്ടത്? ഉത്തരം: സിട്രസ് പഴങ്ങൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ക്യാൻസറിനെ തടയാൻ ഡീറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ എന്ത് ചേർത്താണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്? ഉത്തരം: ഒരു പഴവും മറ്റൊരു പച്ചക്കറിയും. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ശരീരത്തെ തണുപ്പിക്കുന്നതിന് പേര് കേട്ട ജ്യൂസ് ഏതാണ്? ഉത്തരം: കുപ്പി വെള്ളരി ജ്യൂസ്. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ഉയർന്ന അളവിൽ സസ്യ ഇൻസുലിനുള്ള പ്രമേഹബാധിതർക്കുള്ള പച്ചക്കറി ഏതാണ്? ഉത്തരം: സ്പൈനി ഗോട്ട് അഥവാ മുള്ളൻ മത്തങ്ങ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.